ഫോർത്ത് സെമസ്റ്റർ QTയിൽ ചാപ്റ്റർ ആയിട്ടുള്ള വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന കുറച്ച് പ്രോബ്ലംസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ കണ്ടൻസ് ആയിട്ടുള്ള ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ഗ്രോത്ത് റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ റേറ്റുകൾ, കുറേ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്ന പ്രോബ്ലംസ് നോക്കാം കേട്ടോ. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഇൻ കേരള ഓൺ 1st July 1963 was 30,000. The vital events for the same year were the number of births 1,200, number of deaths 495, number of infant deaths 110. Then compute the birth, death and infant mortality rates and also compute the growth rate. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, കേരളത്തിലെ ഒരു ടൗണിലെ അല്ലേ ഈ ഒരു വർഷത്തിൽ വരുന്ന പോപ്പുലേഷനാണ് 30,000 എന്ന് പറയുന്നത്. അവിടെ കൊടുത്തിട്ടുള്ള മറ്റു വൈറ്റൽ ഈവൻസ് ആണ്. ബർത്ത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബർത്ത് 1200, നമ്പർ ഓഫ് ഡെത്ത് 495, നമ്പർ ഓഫ് ഇൻഫാൻറ്റ് ഡെത്ത് 110. ദെൻ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് മാത്രമല്ല എന്തുകൂടെ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഗ്രോത്ത് റേറ്റും കൂടെ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് എഴുതാം. ഫസ്റ്റ് ബർത്ത് റേറ്റ് അല്ലേ, ബർത്ത് നമ്പർ ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 1700 ആണ്. ദെൻ പോപ്പുലേഷൻ എത്രയാണ് തന്നിട്ടുള്ളത് 30,000. ദെൻ ഡെത്ത് എന്ന് പറയുന്നത് 495. ദെൻ ഇൻഫാൻറ്റ് ഡെത്ത് എന്ന് പറയുന്നത് എത്രയാണ് 110 അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമ്മളോട് ബർത്ത് റേറ്റ് കാണണം, ഡെത്ത് റേറ്റ് കാണണം, ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കാണണം, ഗ്രോത്ത് റേറ്റ് കാണണം. ബർത്ത് റേറ്റ് കാണണം. ഫസ്റ്റ് ബർത്ത് റേറ്റ് കാണാനുള്ള ഇക്വേഷൻ B/P ഇൻറ്റു 1000 അല്ലേ. ബർത്ത് നമ്പർ ഓഫ് ബർത്ത്, ദെൻ P എന്ന പോപ്പുലേഷൻ, അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ബർത്ത് എന്ന് പറയുന്നത് 1200 ആണ്. എത്രയാണ് പോപ്പുലേഷൻ തന്നിട്ടുണ്ട്, എത്രയാണ് 30,000 ഡിവൈഡഡ് ബൈ 30,000 ഇൻറ്റു 1000 അല്ലേ. ഇത് ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ 3 0 നമുക്ക് വെട്ടിക്കളയാം. ദെൻ 1200നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത് 40 per 1000 ആണ് ബർത്ത് റേറ്റ് വരുന്നത്. ഓക്കെ. ദെൻ ഡെത്ത് റേറ്റ് കാണാനുള്ള ഇക്വേഷൻ D/P ഇൻറ്റു 1000. ഡി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡെത്ത് എത്ര തന്നിട്ടുള്ളത് 495 ഡിവൈഡഡ് ബൈ 30,000. 30,000 ഇൻറ്റു 1000. ഇതും ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 3 0 ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ 495 ഡിവൈഡഡ് ബൈ 30, ആൻസർ വരുന്നത് 16.5 per 1000. അതാണ് ഡെത്ത് റേറ്റ്. ദെൻ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് തന്നിട്ടുള്ളത് നമുക്ക് നമ്പർ ഓഫ് ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി തന്നിട്ടുണ്ട് അല്ലേ. ഇൻഫാൻറ്റ് ഡെത്ത് എത്രയും തന്നിട്ടുണ്ട്. അപ്പോൾ D1/B ഇൻറ്റു 1000, 110/1200 ഇൻറ്റു 1000. ഓക്കെ. ബി ബർത്ത് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഇത് ക്യാൻസൽ ചെയ്ത് പോകുന്നു. ഇത് 110നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 91.66 per 1000 എന്ന ആൻസർ കിട്ടും. ഇനി കാണാനുള്ളത് ഗ്രോത്ത് റേറ്റ് ആണ്. ഗ്രോത്ത് റേറ്റ് കാണാനുള്ള ഇക്വേഷൻ ബർത്ത് റേറ്റ് മൈനസ് ഡെത്ത് റേറ്റ് ഡിവൈഡഡ് ബൈ 1000. നമുക്ക് ബർത്ത് റേറ്റ് 40 എന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ ഡെത്ത് റേറ്റ് കിട്ടിയിട്ടുള്ളത് 16.5 കിട്ടിയിട്ടുണ്ട്. അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 2 0 ക്യാൻസലായി പോകും. ദെൻ 40 മൈനസ് 16.5 ആൻസർ വരുന്നത് 23.5 ആവും. അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2.35% എന്ന് ആൻസർ കിട്ടും. ഓക്കെ. അങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റും ഗ്രോത്ത് റേറ്റും കാണാനുള്ള ഇക്വേഷൻസ് പഠിച്ചു വെക്കുക കേട്ടോ. ഇത് സിമ്പിളായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ.